എനിക്ക് മനസ്സിലായി ഞാൻ അവിടുന്ന് ചത്ത്. പിന്നെ അവിടെ നിന്ന് ലാലേട്ടനോട് ഞാൻ കൈ നോക്കി ലാലേട്ടനോടും പറഞ്ഞു, ബിഗ് ബോസിനോട് പറഞ്ഞു, എങ്ങനെയോ എന്നെ ഇവിടേക്ക് തിരിച്ചു കയറ്റിയപ്പോൾ തന്നെ എന്റെ മൈൻഡിൽ ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ ചീത്ത ആരെയും വിളിക്കില്ല. കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യം ചീത്ത വിളിച്ചാൽ ഇവിടുന്ന് ഇനി പുറത്താക്കുന്നത് 100% ചീത്ത വിളിക്കില്ല എന്നുള്ള ഇതിൽ ഞാൻ ദൃഢമായി പ്രതിജ്ഞെടുത്ത് ഈ സമയത്താണ് ഞാൻ നമ്മുടെ വഴുന്തകാട്ടി ഇവരൊക്കെ ഇവിടെ കയറി വരുന്നത്. 6 പേര് കയറി വരുന്നത്. അപ്പൊ തന്നെ ഇവരോട് തന്നെ പറഞ്ഞു, കഷ്ടപ്പെട്ട് 6 പുറത്താക്കിയ വീണ്ടും 6 കയറ്റി വിട്ടേക്കാൻ ഇവരോട് തന്നെ ഞാൻ പറഞ്ഞു. ഇവരെ നോക്കിയപ്പോഴും ഒരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ വീക്കിൽ തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം ലാലേട്ടൻ വിഷുവിന് ഇവിടെ എത്തുന്നത്. വിഷുവിന് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷു കഴിഞ്ഞിടും തന്നു. ലാലേട്ടൻ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്ന പെർഫോം ചെയ്തു. ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്താണ് ലാലേട്ടൻ എന്നെ പുറത്താക്കിയ ലാലേട്ടൻ നേരെ ക്ലിക്ക് അടിച്ച്. സത്യം പറയുമ്പോൾ മനസ്സുകളിൽ കുളിർന്നു പോയി. പിന്നെ ആ സമയത്ത് തന്നെയാണ് എനിക്ക് ക്യാപ്റ്റൻസി 11 തൊട്ട് കിട്ടി. ഞാൻ ക്യാപ്റ്റൻ ആവണം. അപ്പൊ എന്റെ കോൺട്രസ്റ്റിൽ അവർ കൂടാ. പക്ഷെ ആ ക്യാപ്റ്റൻസി എനിക്ക് നല്ലതല്ലായിരുന്നു എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ മാക്സിമം പെർഫോം ചെയ്തപ്പോൾ അവരുടെ